ഹായ് ഓൾ. ഏതൊരാളുടെയും സ്വപ്നമല്ലേ സ്വന്തമായിട്ടൊരു വീട്? ആ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞങ്ങൾ. സാധാരണക്കാർക്ക് പറ്റിയ ഒതുങ്ങിയ ഒരു വീട്, അധികം ബാധ്യതയില്ലാതെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരു വീട്. വീട് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള പല സങ്കല്പങ്ങളും ഉണ്ടാവൂലേ. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വീടിന് തുടക്കം കുറിച്ചിട്ടോ. അൽഹംദുലില്ലാ, വീടിൻ്റെ ഓരോ സ്റ്റെപ്പും പതിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച്. ഒരു വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് പലർക്കും പല സംശയങ്ങളും ഉണ്ടാകും. ഈ വീടിൻ്റെ വർക്കിന് ഇതുവരെ എത്ര ചിലവായി എന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, മെറ്റീരിയൽസിന് പറ്റിയുള്ള വിവരങ്ങൾ, കോൺട്രാക്റ്റ് വർക്ക് കൊടുക്കുമ്പോഴൊക്കെ പല രീതിയിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് വീട് പണി തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് പൊതുവേ തോന്നുന്ന സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എത്ര സ്ക്വയർ ഫീറ്റ് പണിയാം എന്നതാണ്. ഈ വീട് 986 സ്ക്വയർ ഫീറ്റാണ്. ഇതിന് വരുന്ന ചിലവുകൾ, ലിൻഡൽ പൊക്കം എത്തുന്നത് വരെയുള്ള ചിലവുകൾ നമുക്ക് നോക്കാം. സ്ക്വയർ ഫീറ്റിന് 145 രൂപ വെച്ചിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ചെയ്യുന്നത്. മെറ്റീരിയൽ എല്ലാം നമ്മൾ എടുത്തു കൊടുക്കണം. കൂലി മാത്രമാണ് സ്ക്വയർ ഫീറ്റിന് 145 രൂപ. ഇത് മെയിൻ വാർപ്പ് കഴിഞ്ഞ് അടി കോൺക്രീറ്റ് ഇട്ട് തരുന്നത് വരെയാണ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സാഹചര്യവും നമുക്ക് ബഡ്ജറ്റും അനുസരിച്ച് ഒരു പ്ലാൻ വരച്ചാൽ മതി. എങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ആവാതെ തന്നെ വീട് പണി പൂർത്തിയാക്കാൻ കഴിയും. നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം കേട്ടോ. ഏത് തരത്തിലുള്ള നിർമ്മാണമാണെങ്കിലും പെർമിറ്റ് എടുക്കുന്നതിന് ശേഷമേ വീട് പണി തുടങ്ങാവൂ. ഇല്ലെങ്കിൽ വീട് പണി പൂർത്തിയായതിനു ശേഷം വീടിൻ്റെ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ജനൽ, വാതിൽ, കട്ടിൽ ഒക്കെപ്പാടെ എക്സ്പെൻസ് വന്നത് 33,000 സംതിങ് ആണ് കേട്ടോ. പിന്നെ ഇത് മണലിലല്ല, എംസാൻഡിലാണ് കേട്ടോ പടുവ് വന്നിട്ടുള്ളത്. എംസാൻഡ് ലോഡ് 200 അടി ലോഡിന് 11,500 വരുന്നത്. മെറ്റൽ 200 അടിക്ക് 9,300. പിന്നെ എക്സ്ട്രാ വേണ്ടിയത് ഒരു 300 ഇഷ്ടിക. 986 സ്ക്വയർ ഫീറ്റിന് 1,800 കല്ലാണ് കേട്ടോ വേണ്ടത്, അതായത് വെട്ടുകല്ല്. ഒരു കല്ലിന് 53 രൂപ വെച്ച് കണ്ടാണ് കേട്ടോ. ലിൻഡൽ പൊക്കം എത്തിയപ്പോഴേക്കും നമ്മൾ കരാറുകാരന് കൊടുത്ത കൂലിയും മൊത്തം സാധനങ്ങളുടെ എക്സ്പെൻസും ഒക്കെ പാടെ 2,48,000 സംതിങ് വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് കാണാൻ പറ്റും. ഈ വീടിനകത്ത് ഒരു ഹാള്, ഒരു കിച്ചൺ, 2 ബെഡ്റൂം, സിറ്റ് ഔട്ട്, 2 ബാത്റൂം, ഇങ്ങനെയാണ് കേട്ടോ. സാധാരണഗതിയിലുള്ള ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നുള്ള ഒരു വീട്. നമ്മുടെ വീടിന് മരം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് വാതിൽ കട്ടിലും ജനലും ഒക്കെ സിമെൻറ്റിൻ്റെതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ലിൻഡൽ പൊക്കം കഴിഞ്ഞ് 4 കട്ട പൊന്തിക്കണ പണിയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പണിയുന്ന വീടിൻ്റെ വർക്കിനനുസരിച്ചാണ് കേട്ടോ റേറ്റിലും വ്യത്യാസം വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.